നാട്ടുകാർക്ക് വേണ്ടി ഒരു ജൈവ പച്ചക്കറി ഗ്രാമം, അതായത് ജീവസ്പന്ദനം എന്നുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമായിട്ടാണ് നമ്മുടെ ദീപം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ജൈവ മാർഗത്തിലൂടെ കൃഷി ചെയ്യാനെന്നുള്ളൊരു ആഹ്വാനം എല്ലാവരിലും പതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിനി പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. മനസ്സിൽ എന്നും സൂക്ഷിക്കുന്നതാണ് കൃഷി. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ, അതായത് ഇന്ത്യയുടെ കാര്യത്തിലാണ് നമ്മുടെ മെയിൻ ഒക്കുപ്പേഷൻ, പ്രധാന തൊഴിലെന്ന് പറയുന്നത് ഇന്നും കൃഷിയാണ്. നമ്മളിപ്പോൾ ഏത് വലിയ ഉദ്യോഗത്തിൽ ഏത് സ്ഥാനത്തായിട്ട് മാറിയാലും നമ്മുടെ മുഖ്യ തൊഴിൽ ഇന്നും എഴുതി വെച്ചിരിക്കുന്ന കൃഷി എന്നാണ്. അപ്പോൾ ആ നല്ല രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടുള്ളൊരു കടമ നമ്മളിലുണ്ട്. അത് എവിടെയോ വെച്ചങ്ങ് മറന്നുപോയി. എവിടെയോ നമുക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടായിട്ടാണോ എന്താണോ നമ്മുടെ കൃഷിയും നമ്മുടെ ഭക്ഷണവും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞുപോയി. അതിൻ്റെ വെളിച്ചത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ കേരളത്തിലുണ്ടായി. ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ വാങ്ങിക്കൂട്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാങ്ങി കൂടുതലും വിഷങ്ങളടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള വിഷമടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അറിയാതെ നമ്മുടെ ആരോഗ്യത്തെ ഹനിക്കുകയും അതുവഴി രോഗങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 10-20 വീട് വെച്ച് നോക്കുമ്പോൾ എല്ലാ വീടുകളിലും മാരകമായിട്ടുള്ള അസുഖങ്ങളാണ്. അതും നമുക്ക് ശരിക്കും പ്രത്യേകിച്ച് നല്ല രീതിയിൽ ആരോഗ്യം കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ മനുഷ്യവർഗത്തെ മുഴുക്കെ അത് കാർന്ന് നശിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടാണ് നമ്മൾ ശരിക്കും ജൈവ കൃഷിയിലോട്ട് മാറുന്നത്. അപ്പോൾ ജൈവ കൃഷിയൊക്കെ നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല എല്ലാത്തിനും ഒരു പാക്കേജ്, സാധാരണ രീതിയിലുള്ള കൃഷി, ജൈവ കൃഷി, അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന മണ്ണിനെ നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ടുള്ള കൃഷിയാണ് സർവകലാശാല പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടുള്ള ഇവിടെ അമ്മമാർ ഇപ്പോൾ ഉണ്ട്, ഇപ്പുറത്തെ അച്ഛന്മാരുണ്ട്, കുട്ടികളുണ്ട്, മറ്റുള്ളവരുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ആദ്യം അറിയണം. എപ്പോഴും കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള ഓരോരുത്തരും അറിയണം. ഇപ്പോൾ ചെറുപ്പനാളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് ഈ വഴി എത്തിയത്. പിന്നെ നമ്മൾ സർവകലാശാലയിലോ മറ്റൊന്നൊക്കെ വന്ന് ബാക്കി കൃഷിയും കൂടെ പഠിച്ചു. എന്നിരുന്നാലും പണ്ട് കിട്ടിയിട്ടുള്ള കൃഷി രീതി തന്നെയാണ് ഇന്നും മനസ്സിൽ നിൽക്കുന്നത്. ആ മനസ്സിൽ നിൽക്കുന്ന കൃഷി ശരിക്കും എവിടെ പോയാലും എന്ത് ജോലി കിട്ടിയാലും അത്യാവശ്യം കുറച്ച് ചെടിക്ക് വെള്ളമൊഴിക്കാനും കുറച്ചവരെ നട്ടു വളർത്താനും അവരിൽ നിന്ന് വല്ലതൊക്കെ കുറച്ച് എടുത്ത് കഴിക്കാനും ഒക്കെ പഠിക്കണം. അതിന് കാട്ടിലെ ആളുകൾക്കല്ല, നമ്മൾ നാട്ടിൽ പ്രത്യേകിച്ച് കാട്ടിൽ കണക്കുന്ന അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രം കഴിച്ച് വളരാൻ ജനിച്ചവരല്ല. അപ്പോൾ നാട്ടിൽ നല്ല മണ്ണൊക്കെ കിട്ടി, നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ്, ആ രീതിയിൽ നല്ല കാലാവസ്ഥ, നല്ല വെള്ളം, ഈ വക കാര്യങ്ങളുണ്ടായിട്ടും കൃഷി അന്യം നിന്ന് പോയി. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു തലമുറകൾ വന്നപ്പോഴത്തേക്ക് പഠിക്കുക എന്ന് മാത്രം പറഞ്ഞു. പഠിക്കുക, എപ്പോഴും എൻട്രൻസ് ലക്ഷ്യം പഠിക്കുക. കുട്ടികളെ അതിനകത്ത് ആ റൂമിലിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ പറയുക, നമ്മളിപ്പുറത്ത് എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയൊക്കെ വന്നു ആർക്കും ഈ കൃഷിയിൽ താല്പര്യമില്ലാതായി. ഇപ്പോഴും ശരിക്കും മനസ്സിലായി നല്ല ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ കൃഷിയിലോട്ട് തന്നെ ഇറങ്ങണമെന്ന്. അപ്പോൾ ഒരു എന്നും ചെയ്യേണ്ടുള്ളതെന്ന് വെച്ചാൽ വീട്ടമ്മമാരായാലും അല്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ, ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങാതെ നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം വ്യായാമം മറ്റുമൊക്കെ കിട്ടാനായിട്ട് ഇതുപോലെ വല്ല കൊച്ചു വെച്ച് കൃഷി രീതികൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു തൂമ്പയൊക്കെ കൊണ്ടുപോയി മണ്ണൊക്കെ ഒന്ന് കിളച്ചൊരുക്കി കുറച്ച് വിത്തുകളൊക്കെ പാകി അല്ലെങ്കിൽ തൈ പറിച്ച് നട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ അറിയാതെ പച്ചക്കറി വളരും. അങ്ങനെ അപ്പോൾ നമ്മുടെ മക്കളെ നല്ല ഫ്രഷായിട്ട് നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയാതില്ല. ഇല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ശരിക്കും കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ വല്ല മാംസങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു കറിയൊക്കെ ഉണ്ടാക്കി അത് തന്നെ ഒരാഴ്ചത്തേക്കൊക്കെ വെച്ച് പല വീടുകളിലും കാണുന്നതാണ്. മാറ്റി കുട്ടികൾക്ക് അത് മാത്രം കൊടുത്ത് അവരെ ശരിക്കും ഒരു അന്യസ്നേഹികളായിട്ട് സ്വന്തം നാടിനോട് സ്നേഹമില്ലാത്ത രീതിയിൽ വളർത്തി. സ്വന്തം വീട്ടിലോട്ടോ സ്നേഹമില്ല, സ്വന്തം നാട്ടിനും സ്നേഹമില്ലാത്ത രീതിയിലാണ് കുട്ടികളെ വളർത്തിയെടുത്തത്. അപ്പം അതിൻ്റെയൊക്കെ തെറ്റൊക്കെ നമ്മൾ ഇനി പഠിച്ചിട്ട് കാര്യമില്ല. ഇനി നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം. നമുക്ക് വേണ്ടത് ഇപ്പോൾ പച്ചക്കറിയുടെ കാര്യമാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 28-30 ലക്ഷം ടണ്ണാണ് പച്ചക്കറി വേണ്ടത്. ഇവിടെ ഉണ്ടാക്കുന്നതാകെ 17 ലക്ഷം ടണ്ണാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ മാരകമായിട്ടുള്ള കെമിക്കൽസൊക്കെ മാറ്റി കൃഷി ചെയ്താലും നമ്മുടെ തീന്മേശയിൽ എത്തുന്നത് കൂടുതലും അന്യ സംസ്ഥാനത്തു നിന്ന് നല്ല വിഷമടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ ബാൻ ചെയ്ത്, അതായത് വേണ്ടാത്ത കീടനാശിനികളും കുമിൾനാശിനിയും ഒക്കെ നിരോധിച്ചാലേ നമ്മളും ഇതിൽ നിന്നൊക്കെ വിമുക്തരാവുള്ളൂ. അല്ല ഇവിടെ മാത്രം നിരോധിച്ചിട്ട് നമ്മൾ പച്ചക്കറിയും മറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കാര്യമില്ല. എന്നിരുന്നാലും അവനവൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറി അവനവൻ ഉണ്ടാക്കുക. അത്യാവശ്യം സൂര്യപ്രകാശം എവിടെ നിന്നൊക്കെ കിട്ടുന്നോ ആ ഭാഗത്തെല്ലാം കൊണ്ടുപോയി നല്ല വെയിൽ വേണ്ട സ്ഥലത്ത്, നല്ല സൂര്യപ്രകാശം വേണ്ട വിളകൾ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും, അല്ലാത്ത വിളകൾ നമുക്ക് സാമ്പാർ ചീരം മറ്റൊക്കെ ഉണ്ട്, അവർക്ക് തണൽ ഇഷ്ടമുള്ളതാണ്.
അങ്ങനെയുള്ള സ്ഥലത്ത് അത്തരം പച്ചക്കറികളൊക്കെ ഇട്ട് നമുക്ക് വേണ്ട പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അപ്പം നമ്മൾ നല്ല രീതിയിൽ അതിനൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ജീവസ്പന്ദനം ഒന്ന്, ജീവൻ തുടിക്കണം, അല്ലാതെ ജീവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആവരുത്. അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കൃഷിയും മണ്ണും കൃഷിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയ മണ്ണ് നമ്മുടെ പൂർവ്വികർ തന്നിട്ടുള്ളത് നല്ല രീതിയിലാണോ എന്നൊക്കെ അറിയാനായിട്ട് അല്പം നമ്മൾ മണ്ണൊക്കെ പരിശോധിച്ച് റെഡിയാക്കി അതിൻ്റെ കാർഡൊക്കെ കയ്യിൽ വേണം. അപ്പോൾ മണ്ണ് പരിശോധന നിർബന്ധമായിട്ട് പറയാൻ കാരണം ഈ വർഷം 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമാണ്. ആരെങ്കിലും കേട്ടിരുന്നോ? കഴിയാറായി, ഒക്ടോബറായി, നവംബർ ഡിസംബറേ ഉള്ളൂ. നമ്മളിതൊന്നും അറിയില്ല. ഇഷ്ടംപോലെ സ്ഥലത്ത് അന്താരാഷ്ട്ര മണ്ണ് വർഷമാണ്. കുറേ പേരെ ഏൽപ്പിച്ചു മണ്ണെടുക്കാനായിട്ട്, മണ്ണ് പരിശോധിച്ചു, എല്ലാ സ്ഥലത്തും എത്തിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മണ്ണ് അറിഞ്ഞിട്ട് വളം കൊടുത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാണ് പറഞ്ഞത്. നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ മണ്ണൊക്കെ റെഡിയാക്കി ശരിയാക്കി മണ്ണിനെ ഒന്നും ചെയ്യാതെ പാവമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നു. മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്യണം. നമ്മുടെ സ്വന്തം അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടുള്ളത് നമ്മുടെ ഭൂമിദേവി എന്നാണ്. നിത്യപ്രസവ വസന്തര എന്നാണ്. നിത്യവും പ്രസവിക്കുന്ന അമ്മയാണത്രേ ഭൂമിദേവി എന്നാണ്. എന്തുകൊണ്ട് നടും നമ്മൾ ഇല്ല, എന്തുകൊണ്ട് നടും? അതിനെ ചവിട്ടി മെതിച്ച് നടക്കുന്നുണ്ട്. കൃഷി ചിലപ്പോൾ വെട്ടിക്കിളയ്ക്കുന്നുണ്ട്, ചിലപ്പോൾ വേണ്ടാത്ത സാധനങ്ങൾ മാലിന്യങ്ങളൊക്കെ കൊണ്ട് അതിൻ്റെ മൂത്തെറിയുന്നുണ്ട്. ഇതെല്ലാം ഈ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ഭൂമിദേവി ഇതെല്ലാം സഹിച്ച് ഇതെല്ലാം ഇതാക്കി, എന്നാലും വേണ്ടില്ല ഇവർക്ക് നാളികേരം വേണമെങ്കിൽ നാളികേരം കൊടുക്കാം, ചക്ക വേണമെങ്കിൽ ചക്ക കൊടുക്കാം, അല്ലെങ്കിൽ പച്ചക്കറി വേണമെങ്കിൽ പച്ചക്കറി കൊടുക്കാം, പാവങ്ങളെല്ലാം പറഞ്ഞ് ഭൂമിദേവി ഇത്രയും ക്ഷമിച്ച് ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് യാതൊരു മാറ്റമില്ല. നമ്മളെല്ലാ മാലിന്യങ്ങളും കൊണ്ട് അവരുടെ മൂത്ത് വലിച്ചെറിയും. ഈ വക കാര്യങ്ങളെയും മനുഷ്യർ ഒരു വിധത്തിൽ ഞാൻ കാണുമ്പോൾ പക പോക്കുന്നവരെ വാഴ വെട്ടി നശിപ്പിക്കുക, ചെടി വെട്ടി നശിപ്പിക്കുക. അവരെന്ത് ചെയ്തിട്ടാണെന്ന് അല്ലേ ഈ വിവരമുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതുങ്ങളെ നശിപ്പിക്കലാണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടുള്ള ആദ്യം നമുക്ക് കൃഷിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മണ്ണിനെ സ്നേഹിക്കാൻ പഠിക്കാം. അപ്പോൾ ഈ കലാകാരന്മാരൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താണ് ഈ നമ്മളൊക്കെ ഇപ്പോൾ വന്നാൽ ഇപ്പോൾ ഉദ്ഘാടനം നടത്താൻ സുഖമായിട്ടും പറഞ്ഞു ഇതൊക്കെ വന്നു, നമ്മൾ നേരിട്ട് കയറി ഇതൊക്കെ നടത്തും. അവർ കലാകാരന്മാർ കയറുമ്പോൾ എന്താ ചെയ്യും? മണ്ണിനെ തൊട്ട് നെറുകയിൽ വെച്ചിട്ട് കയറുള്ളൂ. അതുപോലെ കൃഷി നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മണ്ണിനെ തൊട്ട് നെറുകയിൽ വെച്ചിട്ട് ചെടിയൊക്കെ നടുക. താലോലിക്ക് എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നല്ല പച്ചക്കറി ഉണ്ടാവും. അത് പച്ചക്കറി നല്ല എല്ലാ വിളകളും ശോഭിക്കും. ആ രീതിയിലാണ്. അപ്പോൾ മണ്ണിനെ നമ്മൾ തൊട്ട് വണങ്ങുമ്പോൾ നമ്മൾ മണ്ണിനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ മണ്ണിന് അത്യാവശ്യം മണ്ണ് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കൃഷി ഭവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണൊക്കെ പരിശോധിച്ച് ആ റിസൾട്ട് കയ്യിലിരിക്കുമ്പോൾ നമ്മളെ കാര്യങ്ങൾ എഴുതി വരും. മണ്ണിൻ്റെ പി എച്ച് എന്ന് പറയുമ്പോൾ മണ്ണിന് പുളിരസമുള്ള മണ്ണാണോ ക്ഷാര സ്വഭാവമുള്ള മണ്ണാണോ എന്ന് എഴുതി വരും. അപ്പോൾ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും മണ്ണും പുളിരസമുള്ള മണ്ണാണ്. അപ്പോൾ പുളിരസം മാറ്റണമെങ്കിൽ കുമ്മായം ചേർക്കണം. അപ്പോൾ ഇവിടുത്തെ മണ്ണെന്ന് വെച്ചാൽ ശരിക്കും മണൽ രാശി കൂടുതലായിട്ടുള്ള മണ്ണാണ്. ഇവിടെ കൂടുതലും വേണ്ടതെന്ന് വെച്ചാൽ കുമ്മായം ഇടണം, അധികം കൂടുതൽ ജൈവവളം ഇടണം. എങ്കിലേ ഇവിടെ വെള്ളം പിടിച്ച് നിൽക്കുള്ളൂ. അല്ലാതെ സാധാരണ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിൽക്കില്ല, പെട്ടെന്ന് വെള്ളവും ഊർന്നു പോകും. അപ്പോൾ മണ്ണ് അറിഞ്ഞ് നമ്മളത് കൃഷി ചെയ്യാൻ പറയുന്നതാണ്. ഓരോ പ്രദേശത്തേക്കും യോജിച്ച രീതിയിലുള്ള കൃഷികൾ നമ്മൾ ആക്കണം. നമ്മളിപ്പോൾ ഒരിടം പോയിട്ട് വന്ന് ഫിലിപ്പൈൻസിൽ അവിടെ നട്ടുകൊണ്ട് ഇവിടെ കേരളത്തിൽ പിടിക്കണമെന്നില്ല. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കൃഷി ചെയ്യുക. നമുക്ക് വേണ്ടുന്ന പച്ചക്കറി നാം ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്, ഏത് പച്ചക്കറി നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത്തരം പച്ചക്കറികൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ മാറണം. അപ്പോൾ മണ്ണ് പരിശോധിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞു. മണ്ണ് പരിശോധന റിസൾട്ട് കഴിയിട്ടുമ്പോൾ അത് തുറന്ന് നോക്കുക. നമ്മുടെയൊക്കെ ബ്ലഡും യൂറിനും ഒക്കെ പരിശോധിക്കുന്ന കണക്ക് തന്നെയാണ്. ഇതുപോലെ നോക്കുമ്പോൾ അതിനാണ് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും മണ്ണ് പരിശോധിക്കണം. ഓരോ മഴ കഴിയുമ്പോഴും 2 മഴയുണ്ട്, കാലവർഷവും തുലാവർഷം. കാലവർഷം കഴിയുമ്പോൾ ഒന്ന് മണ്ണ് ഉണങ്ങുമ്പോഴത്തേക്കും മണ്ണ് പരിശോധിക്കുക. അപ്പോഴറിയാം മണ്ണിലൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് മണ്ണിൽ വേണ്ട മൂലകങ്ങളും മറ്റും കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം എന്ത് നട്ടാലും പിടിക്കും. അത് കഴിഞ്ഞ് തുലാവർഷം. അപ്പോൾ തുലാവർഷത്തിൽ മഴയില്ല, കന്നിമാസത്തിലായിരുന്നു മഴ അല്ലേ. അപ്പോൾ ഏത് വർഷമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും തുലാവർഷത്തിന് ശേഷം മണ്ണിലൊന്നും ഉണ്ടാവില്ല. അപ്പോഴും മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും നമ്മുടെ ഈ ഇതിൽ കാണുന്ന മഞ്ഞളിപ്പ് കണ്ടില്ലേ, ഓലയൊക്കെ മഞ്ഞളിച്ചിരിക്കുന്ന ഈ വക കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മണ്ണ് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. നല്ല നല്ല തെങ്ങുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ച് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓരോല മഞ്ഞളിപ്പായി 2 ഓലയും 3 ഓലയും 4 ഓലയും അവസാനം കുമ്പ് മാത്രം വന്ന് അവശേഷിക്കും. അപ്പോൾ എന്തായാലും നട്ട തെങ്ങുകളാണ്, അതിനെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുക. ഇവരെ മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ കുമ്മായൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ മഞ്ഞ നിറമൊക്കെ മാറി നല്ല ഇലകൾ വന്നു തുടങ്ങും. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ട വളപ്രയോഗം കാർഷിക സർവകലാശാല ഗവേഷണം നടത്തി ഗവേഷണ ഫലങ്ങളൊക്കെ വന്നിട്ടുള്ള രീതിയിൽ ഓരോരുത്തർക്കും വേണ്ട വളങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ജൈവ രീതിയിലായാലും രാസരീതിയിലായാലും. അപ്പോൾ ആ രീതിയിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഈ മഞ്ഞളിപ്പൊക്കെ മാറും. നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നതോറും അവർ വലിക്കുന്ന എപ്പോഴും ഇരുമ്പും മാംഗനീസ് എന്നുള്ള മൂലകമാണ്.
അതിൻ്റെ കളറാണ് ആ കാണുന്ന അത്രയും. ആ തുരുമ്പിൻ്റെ കളറ് വരുന്ന ഇരുമ്പിൻ്റെ അംശമാണ്. പിന്നെ വരുന്നത് മാംഗനീസ് എന്നുള്ള മൂലകമാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ ഒരു പ്രശ്നവുമില്ല. കാരണം കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ഇത്ര അടുത്ത് സർവകലാശാല, ഇത്രയധികം കൃഷിഭവനുകൾ, ഓരോ പഞ്ചായത്തിലും കൃഷിഭവനുകൾ, അതുപോലെ മറ്റു കേന്ദ്രങ്ങൾ, കോളേജുകൾ, ഇതെല്ലാം ഉള്ള ഒരു വളരെയധികം നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മളെ ഓരോ വിളകളും ഇതുപോലെ നശിക്കാതെ ഈ മണ്ണൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട്, നമ്മളാണെങ്കിലോ 365 ദിവസവും ഭക്ഷണം കഴിക്കില്ലേ? ഒരു ദിവസം കഴിക്കില്ല. ചിലപ്പോൾ ചിലർ ഉപവാസമൊക്കെ എടുക്കും, നമുക്ക് നല്ല ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഉപവാസമൊക്കെ എടുക്കുന്നുണ്ടാവും, മറ്റുള്ളതൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ ഓരോ കാര്യങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുന്നവരുണ്ടാവും. എന്നാലും ഒരു ദിവസം 3 നേരമെങ്കിലും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കും. ഇവർക്കാണെങ്കിലോ കാർഷിക സർവകലാശാല പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഭക്ഷണം കൊടുത്താൽ അതിൽ നിന്നാണ്. വർഷത്തിൽ 2 പ്രാവശ്യം, അതുപോലും കൊടുക്കാൻ മനുഷ്യന് കൂട്ടാക്കില്ല. നട്ട് കഴിഞ്ഞ് വിളവും എടുക്കും. നല്ല വിളവ് വരുമ്പോൾ നല്ല ഇഷ്ടത്തോടെ വിളവൊക്കെ എടുക്കും, പക്ഷെ തിരിച്ചു കൊടുക്കില്ല. 2 കൈ തന്നിരിക്കുന്നതിനാണ്, ഒന്ന് കൊടുക്കാനും ഒന്ന് വാങ്ങാനും. നമുക്ക് ഈ വാങ്ങൽ മാത്രമേ ഉള്ളൂ, കൊടുക്കലില്ല. കൊടുക്കൽ സ്വഭാവം കേരളത്തിൽ കുറവാണ്. അത് അച്ഛനായാലും അമ്മയ്ക്കായാലും കൊടുക്കാൻ ഒരു വഴികാര്യം തിരിച്ചിങ്ങോട്ട് മേടിക്കും. അച്ഛൻ്റെ നിന്നായാലും അമ്മയുടെ നിന്നായാലും സുഖമായിട്ട് മേടിക്കില്ലേ? വിഷുക്കൈ നീട്ട് നമ്മൾ എഴുതി വെക്കും, കാരണവന്മാർ ഇങ്ങോട്ട് തരാനുള്ളതാണ്, പക്ഷെ അങ്ങോട്ട് കൊടുക്കാൻ നേരിട്ട് ഇതുവരെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടുള്ള നമുക്ക് 2 കൈ തന്ന സ്ഥിതിക്ക് അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് മേടിക്കുകയും ചെയ്യണം. അതുപോലെ കൊടുത്താൽ ഇവരൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ആ രീതിയിൽ കൊടുക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 2 പ്രാവശ്യം അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടുള്ളൂ. വർഷത്തിൽ 2 പ്രാവശ്യം, 365 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന നമ്മൾ 2 പ്രാവശ്യം. ഒരു മാസത്തിൽ ഒരു 10, 20, 50 രൂപ വെച്ച് കൂട്ടി വെച്ചാൽ ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അവിടുത്തെ കഴിയും. അങ്ങനെ രീതിയിൽ വേണം നമ്മൾ ചെടികളെ